ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം കാർസിനോജനുകൾ. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ് ആണ്, CO2 ആണ്. അടുത്ത ചോദ്യം, കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കണ്ടൽ വനങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപ്പാദകരായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഹരിത സസ്യങ്ങളാണ്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടാണ്. അടുത്ത ചോദ്യം, മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ഉത്തരം മെനിഞ്ചസ് ആണ്. അടുത്ത ചോദ്യം, ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ധമനികളാണ് ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം വിറ്റാമിൻ ഡി ആണ്. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക. ഉത്തരം AK ഗോപാലൻ, AKG ആണ്. 1936 തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, ഷൺമുഖം ചെട്ടിയാണ്. അടുത്ത ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. ശരിയാണ്. 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗനിൽ യാത്ര മധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. ഇതിലൊരു പ്രശ്നമുള്ളത് തൃശ്ശൂറല്ല, തിരൂറാണ്. അപ്പോൾ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? അവർക്ക് തെറ്റ് പറ്റിപ്പോയതാണോ, ഞാൻ തിരൂരാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ തൃശ്ശൂറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് നിലവിലെ സാഹചര്യത്തിൽ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൻ ദുരന്തം, അത് ശരിയാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഉത്തരമായി വരിക 1ഉം 3ഉമാണ്, ഓപ്ഷൻ ബി ആണ്. ഈ തൃശ്ശൂർ എന്നുള്ളത് തിരൂറാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ 3ഉം ശരിയായി വരും. നിലവിൽ അത് 1ഉം 3ഉമാണ് ശരിയായി വരിക. താങ്ക് യു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. തെറ്റാണല്ലേ. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ നടത്തിയത് വൈകുണ്ഠസ്വാമികളല്ലേ. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. ശരിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? 2ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2ഉം 3ഉം. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. ശരിയാണല്ലേ. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. ശരിയാണല്ലേ. 1846 കോട്ടയത്ത് മാനാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1ഉം 2ഉം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. ശരിയാണ്. കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേനമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. ശരിയാണ്. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് തിരിച്ചറിയുക. ഉത്തരം ഏതാണ്? ഉത്തരം റോജി M. ജോൺ ആണ് അല്ലേ. റോജി M. ജോൺ ആണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉള്ളവർ നോക്കാം. M. ഷംസുദ്ദീൻ ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ലേ. ബിന്ദു കൃഷ്ണ ആരാണ്? ഇപ്പോഴത്തെ
വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, തൊഴിൽ മന്ത്രിയല്ലേ ബിന്ദു കൃഷ്ണ. ശിവൻകുട്ടി മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവരിൽ ആര്യ സമാജ സ്ഥാപകൻ ആരെന്ന് കണ്ടെത്തുക. ആര്യ സമാജ സ്ഥാപകൻ ആരെന്ന് കണ്ടെത്തുക. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കണ്ടെത്തുക. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണല്ലേ. തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? GV രാജ പുരസ്കാരം. GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ശരിയാണ് കേട്ടോ. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകുടം സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്, ശരിയല്ല. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം അല്ലേ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. കബനി, ഭവാനി, പമ്പാറാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശരിയാണ്. ശാസ്താംകോട്ട തടാകത്തിന് തീരത്ത് പ്രശസ്തമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്താണ്. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ശരിയാണ്. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം എല്ലാം ശരിയാണല്ലേ. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് തിരിച്ചറിയുക. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഷാനിമോൾ ഉസ്മാനാണ്. ഇതിൽ ഓപ്ഷൻസിലെ മറ്റു ചിലരെ നമുക്ക് നോക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരാണ്? ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറാണ്. MB രാജേഷ് ആരാണ്? MB രാജേഷ് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. AN ഷംസീർ മുൻ നിയമസഭാ സ്പീക്കർ കൂടിയാണ്. ദേശീയ ഗാനം പാടുന്നത് ഏതു രാഗത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം? ഓപ്ഷൻ ഡി 11ആണ് ഉത്തരം. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വോട്ടർ പട്ടികയാണ്. അടുത്ത ചോദ്യം, കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2026 മെയ് 16. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. അത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പെരിയാർ നദിയുടെ തീരത്ത് ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്വ തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. അത് ശരിയാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? 1ഉം 3ഉമാണല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 3ഉമാണ്. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മയക്കുമരുന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ഓപ്ഷൻ സി ആനന്ദമഠം. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ഓപ്ഷൻ ഡി 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നേവി ബ്ലൂ ആണ്. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ സി താമരയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ്. 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. A, B, C എന്നിവ ശരിയാണ്.
1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US, സീറ്റോ, സെൻഡോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ആ പ്രസ്താവന ശരിയാണ്. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശരിയാണ്. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെടുക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. അതും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഫസൽ അലി കമ്മീഷനാണ്. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, മുംബൈ CST ആണ്. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ ബി, 1923. ഭൗമതാപോർജ നിലയമായ മണിക്കരൺ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, ഹിമാചൽ പ്രദേശ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദാണ്. ഓപ്ഷൻ ബി. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പു തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സാംബർ തടാകമാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡാണ്. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മരുസ്ഥലി, രാജസ്ഥാൻ ബാങ്കർ. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? ഉത്തരം കോറമാൻഡൽ തീരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ആർ വൈരമുത്തുവാണ്. 2026 ദ ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഈ ചോദ്യത്തിൽ ഈ 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിക്കപ്പെടുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിലും 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. 1, 2, 3 ശരിയാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. താഴെ പറയുന്നവരിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഉത്തരം 2, 4 എന്നിവ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. മോഹൻലാലിനും അടൂർ ഗോപാലകൃഷ്ണനും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം ഏതാണ്? ഉത്തരം സർവീസസ് ആണ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇതു നിൽക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 2, 4 ശരിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. 1, 2, 4 ശരിയാണ്. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളിയാർ?
ഉൾപ്പെടാത്ത മലയാളി ആര്? ഉത്തരം MT വാസുദേവൻ നായരാണ്. മൂന്നാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കണം. ദക്ഷിണേന്ത്യയിലാണ് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ്. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ 4 ഓപ്ഷനിലും ശരിയാണ്. തെറ്റായ പ്രസ്താവന ഇല്ല. ഈ 4ഉം ശരിയാണ്. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു, ശരിയാണ്. 35നും 60നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ സ്ത്രീകളും ട്രാൻസ്ജോണും ഗുണഭോക്താക്കൾ, ശരിയാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം, ശരിയാണ്. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, ശരിയാണ്. 4 പ്രസ്താവനയും ശരിയാണ്. തെറ്റായ പ്രസ്താവനയില്ല. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരിക. ഷീക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഉത്തരം ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയയാണ്. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം നമുക്കറിയാം, സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം DDT ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഉത്തരം AK ഗോപാലൻ. AKG ആണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനയും ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ബാലസമുദായ പരിഷ്കരണ സഭയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം C ആണ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1 ആണ്. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആപ്തവാക്യം കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഈ 3 പ്രസ്താവനയും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന? ഉത്തരം സഹോദര പ്രസ്ഥാനമാണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആദ്യത്തെ രാജ്യം അസർബൈജാനാണ്. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 2ഉം ശരിയാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗുണ്ടല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. അത് രണ്ടും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലയെയും അതിലെ കണ്ണികളെയും കണ്ടെത്തുന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം? ഉത്തരം പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ബെൽഹാം സമ്മേളനമാണ്. ബെൽഹാം സമ്മേളനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്.
കോടതി പരിഗണനയിലുള്ള വിഷയങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം മാഡം ഭിക്കാജി ഗാമയാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കോ വാറന്റോ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം 86-ാം ഭേദഗതി. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം? ഉത്തരം ദാമിൻ കോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് സൗമൻ സെന്നാണ്. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? കണ്ണൂരാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാൽ. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അഭിനവ കേരള മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഡൗസൺ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല? ഉത്തരം സെൻറ്റ് ജോസഫ് പ്രസ്. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരമേത്? ഉത്തരം ധോളവീര. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്? യൗദയർ. സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ഉത്തരം 1-ഉം 3-ഉം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ഈ 2 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ D 1-ഉം 3-ഉമാണ് ശരി. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല? ഉത്തരം സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരിയാണ്. ഥാർ മരുഭൂമിയിലൂടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാങ്കർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ് മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ ഏക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ബംഗാർ. ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗിയാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല? ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിൽ പെടുന്നവ ഏതാണ്? ഉത്തരം ആരവല്ലിയാണ്. ആരവല്ലി അവശിഷ്ട പർവ്വതമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? 1913 നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ A 1 മാത്രം. ചിന്നാർ വന്യജീവി സങ്കേതം മാത്രമാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഉത്തരം 2 മാത്രം ശരിയാണ്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. ബാക്കിയെല്ലാം തെറ്റാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ.
കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ്. വോളിബോൾ കായികയിനത്തിൽ പ്രസിദ്ധമായി. ഇത് രണ്ടും ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 3 മാത്രം ശരിയാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. 1972 ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? നീണ്ടകരയാണ്. താങ്ക് യു.